ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് wetransfer എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ എല്ലാവർക്കും പലതരം അധികം ഫോട്ടോസ് ഉണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പിക്നിക്കിനോ അല്ലെങ്കിൽ ഒരു ട്രാവലിന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് എങ്ങനെ അയച്ചു കൊടുക്കും? വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറയാനുള്ള സാധ്യതകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അയച്ചു കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട്. പലർക്കും അറിയാവുന്നത് തന്നെയാണ്, അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. wetransfer എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണിത്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നമ്മൾ wetransfer അടിച്ചു കൊടുത്ത് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇതേപോലെ ഒരു ഐക്കോണാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇതേപോലെ ഒരു ഐക്കോൺ വരും. ഇതിനകത്ത് ഞാൻ മൾട്ടി ടൈം അയച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ അഡ്രസ് ഫ്രമിൽ വരുന്ന ഇമെയിൽ ID ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലുണ്ടോ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏത് ഫോൾഡറാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഫയലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, ആ ഫയൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ഫയൽ സെലക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടെസ്റ്റ് എന്നിട്ടൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോദിക്കുകയാണ് കൺഫേം അല്ലേ? ഓക്കെ, ഞാൻ കൺഫേം ആണ്, അപ്ലോഡ് ചെയ്തോളൂ. ചെയ്തു. ആർക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ മെയിൽ ID നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജിമെയിൽ ടു ജിമെയിൽ ആണ് ഇത് പോകുന്നത്, മെയിൽ ടു മെയിലാണ് ഇത് പോകുന്നത്. ടൈറ്റിൽ ഓട്ടോമാറ്റിക് അത് റിസീവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നമുക്കൊരു മെസ്സേജ് അവർക്ക് അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ മെസ്സേജ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഞാൻ പ്ലീസ് ചെക്ക് നോട്ട് കൊടുത്തു ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരുടെ മെയിൽ ID നിന്നാണ് അയക്കുന്നത് അവർക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ പ്ലസ് സെൻഡിങ് പ്രോസസ്സ് സ്റ്റാർട്ടായി കാണും. ഓട്ടോമാറ്റിക് വെരിഫൈയും ചെയ്യും, സെൻഡിങ്ങും സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിത് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരും. നമുക്ക് കൺഫർമേഷനാണത്. നിങ്ങൾ അയച്ച ഫയൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയത് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് വരും. ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം നമ്മുടെ മെയിൽ ID ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ്. ഈ പറഞ്ഞ സാധനം വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഓട്ടോമാറ്റിക് നമ്മുടെ മെയിലിനകത്ത് വരും ടെസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആർക്കാണ് അയച്ചാൽ അവർക്ക് ഇത് പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഡൗൺലോഡ് ലിങ്ക്, ഈ ഡൗൺലോഡ് ലിങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്കാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന കേസുകളാണ് പിന്നെ ഉള്ളത്. ഡൗൺലോഡ് ചെയ്യുന്നു, നമ്മളത് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.